Guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ 2025 പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്വിഫ്റ്റ് VXI ഓപ്ഷണൽ, അതായത് പെട്രോൾ എഞ്ചിൻ വരുന്ന ആ ഒരു സ്വിഫ്റ്റ് VXI ഓപ്ഷണലിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ VXI ഓപ്ഷനിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നോക്കാം. നിങ്ങൾക്ക് ടൈപ്പ് 1 ആണോ, ടൈപ്പ് 2 ആണോ, ടൈപ്പ് 3 ആണോ, അതോ ഈ ടൈപ്പ് 4 ആണോ ഇഷ്ടം എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം ഏതാണ് നമുക്ക് മെജോറിറ്റി എന്ന് നോക്കാം. നമുക്ക് നേരെ പറഞ്ഞ സമയത്ത് തന്നെ ഇതിൻ്റെ ആ ഒരു വലിയൊരു ബമ്പറാണ് നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്നത്. അതായത് ആ ബോണറ്റ് കഴിഞ്ഞാൽ ആ ഒരു ബമ്പർ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ നേരെ പറഞ്ഞ സമയത്ത് നമുക്ക് ഇവിടെ വരുമ്പോൾ ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാൻ പറ്റും. ഹെഡ് ലാമ്പ് പറഞ്ഞ ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് പറഞ്ഞത്. പക്ഷേ അത് വൈറ്റ് LED അല്ല, ആഫ്റ്റർ മാർക്കറ്റ് വേണമെങ്കിൽ വൈറ്റ് ആക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പം VXI ഓപ്ഷനിൽ പറഞ്ഞത് വൈറ്റ് ഹെഡ് ലൈറ്റ് അല്ല, പക്ഷേ പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ്. DRL കാര്യങ്ങളൊന്നുമില്ല. താഴെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, അത് LED അല്ല. ഇവിടെ ഒരു പാർക്ക് ലൈറ്റ് ഉണ്ട്, അതും LED അല്ല. അപ്പോൾ നമുക്ക് ഇത് എല്ലാം LED ആക്കാനൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വെളിയിൽ നിന്ന് വേണമെങ്കിൽ ചെയ്യാം. വയറിംഗ് കിട്ടൊന്നും കട്ട് ചെയ്യാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. താഴോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ കാണാൻ പറ്റും. നേരെ മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിനുള്ളൊരു ഗ്രില്ലാണ് പറയുന്നത്. ആ ഗ്രില്ല് നമുക്ക് ഈ റേഡിയേറ്ററിൻ്റെ അവിടെ നിന്ന് ഇപ്പുറത്തോട്ടുള്ള ഭാഗം അത്രയും ക്ലോസ്ഡ് ആണ് വരുന്നത്. നമുക്ക് ഇവിടെ ഒരു ഹോൺ ഇരിപ്പുണ്ട്, ഇപ്പുറത്തും അതുപോലെ തന്നെ ഒരു ഹോൺ ഇരിപ്പുണ്ട്. റേഡിയേറ്ററൊക്കെ നമുക്ക് ഇതിൽ കൂടെ കാണാൻ പറ്റും. ആവശ്യത്തിനുള്ള എയറൊക്കെ ഇതിൽ കൂടെ തന്നെ കയറിക്കുള്ള അകത്തോട്ട്. ഇവിടെയൊക്കെ ക്ലോസ്ഡ് ആണ്. ആ സമയത്ത് ഇപ്പുറത്ത് വരുമ്പോൾ ആ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ്, അതുപോലെ തന്നെ ഇവിടെ അവിടെ ഫോഗ് ലാമ്പ് വെക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഹുക്കുണ്ട് വലിച്ചുകൊണ്ട് പോകാനുള്ളത്. അപ്പം അത്രയാണ് ഇതിൻ്റെ ആ ഒരു ഫ്രണ്ടിലുള്ളത്. ഇവിടെ നമുക്ക് സുസുക്കിയുടെ അതിമനോഹരമായിട്ടുള്ള ലോഗോ എന്തായാലും കൊള്ളാം. ഇത്രയും വലിയൊരു ബോണറ്റാണ് ഇതിന് വരുന്നത്. വേറെ ലൈൻസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു യു ഷേപ്പിനൊരു ബോണറ്റാണ് വരുന്നത്. നമ്മൾ സൈഡിലോട്ട് പറഞ്ഞ സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആർച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലൈന് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്നും ആ ഒരു ലൈൻ ഇങ്ങനെ അങ്ങ് ബാക്ക് വരെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. താഴോട്ട് പറഞ്ഞ സമയത്ത് ഇതിൻ്റെ വീൽ സൈസ് എത്രയാണെന്ന് പറഞ്ഞാൽ 165/14 ഇഞ്ചിൻ്റെ ഒരു വീൽ ഡ്രമ്മാണ് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾക്ക് 15 അല്ലെങ്കിൽ 16 ഇഞ്ച് വരെയുള്ള അലോയ്സ് നിങ്ങൾക്ക് ഇതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. കാരണം അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെയുണ്ട്. അപ്പം റൈഡിങ് കംഫോർട്ടും മൈലേജൊക്കെ നോക്കിയിട്ട് ടയറൊക്കെ മാറാവുന്നതാണ് വേണമെങ്കിൽ. അപ്പോൾ നമുക്ക് അവിടെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അവിടെ നിന്ന് നേരെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഇവിടെ നമുക്ക് ഓട്ടോ ഫോൾഡിങ് അല്ലാത്ത ഒരു മിററുണ്ട്. പക്ഷേ നമുക്ക് സ്വിച്ചിങ് ആക്കി തന്നെ ഇത് ഫോൾഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ലോക്ക് ചെയ്യണ സമയത്ത് ഇത് ഫോൾഡ് ആവത്തില്ല, അൺലോക്ക് ചെയ്യണ സമയത്ത് ഇത് നൂന്ന് വരത്തില്ല. അങ്ങനത്തെ ഒരു സാധനമാണ്. അതിനകത്ത് കയറി നമ്മൾ ഞെക്കുമ്പോൾ ഇത് ഫോൾഡ് ആവുന്നതാണ്. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. നേരെ പറഞ്ഞ സമയത്ത് നമുക്കിവിടെ കോ ഡ്രൈവറിന്, അതായത് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കൂടെ കയറാനും നമുക്കിവിടെ കീ ഉണ്ടെങ്കിൽ പുഷ് ബട്ടണിൽ നമുക്ക് കയറാൻ പറ്റും. അതായത് കീലെസ് എൻട്രി ഇവിടെയും അവൈലബിൾ ആണ്. ബോഡി കളർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിൽ പോകുമ്പോൾ സ്വിഫ്റ്റിൻ്റെ ഏറ്റവും ഒരു വലിയ മികച്ച തീരുമാനം ഇവിടെ നിന്നുള്ള ആ ഒരു പിടി മാറ്റിയിട്ട് ഇവിടെ വെക്കുക എന്നുള്ളത് തന്നെയാണ്. അത് അത്യാവശ്യം നല്ലൊരു കാര്യം തന്നെയാണ്. ഇവിടോട്ട് പറഞ്ഞ സമയത്ത് നമുക്ക് പെട്രോൾ അടിക്കാനുള്ളത് ഇവിടെയാണ്. ബാക്ക് ടയർ സൈസ് പറഞ്ഞതും ആ ഒരു 165/80R14 തന്നെയാണ് പറഞ്ഞത്. അവിടെ നിന്നും നല്ല ട്രാവലിംഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീലൊക്കെ മാറ്റണം എന്നുള്ളവർക്ക് മാറ്റാം. അവിടെ നിന്ന് നേരെ നമ്മൾ ബാക്കിൽ വരുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു പുതിയ സ്വിഫ്റ്റിൻ്റെ ലുക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ടെയിൽ ലാമ്പ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റ് വെച്ച് ബാക്കി LED ആണ് പറഞ്ഞത്. അത് അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെയാണ് പറഞ്ഞത്. അവിടെ നേരെ പറഞ്ഞ സമയത്ത് സ്വിഫ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് LXI VXI അങ്ങനെ ഒരു പരിപാടി കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സ്വിഫ്റ്റിൽ ഏകദേശം 10-14ഓളം വേരിയൻ്റ് ഉണ്ട്. LXI ഉണ്ട്, VXI ഉണ്ട്, VXI ഓപ്ഷണലുണ്ട്, പിന്നെ VXI CNG ഉണ്ട്, പിന്നെ ZXI ഉണ്ട്, ZXI DT, ZXI പ്ലസ്, പിന്നെ ZXI CNG, അങ്ങനെ കുറേ അധികം സാധനങ്ങളുണ്ട്. VXI ഓപ്ഷണലിലും നിങ്ങൾക്ക് AMT എടുക്കുക എന്നുള്ളതാണ്. അത് അത്യാവശ്യം നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞ സമയത്താണ് ഇവിടെ സുസുക്കിയുടെ വേറൊരു ലോഗോ വരുന്നത്. ഇവിടെ സ്പോയിലർ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് സ്പോയിലർ വെക്കേണ്ടതായിട്ട് വരും. ഇവിടെ നമുക്ക് ചവിട്ടുമ്പോൾ കത്തുന്ന ബ്രേക്ക് ലാമ്പ്, സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്. ആൻറ്റിന എന്ന് പറഞ്ഞാൽ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനയല്ല, നോർമൽ സുസുക്കി പറഞ്ഞ ആൻറ്റിനയാണ്. ഇത് നമുക്ക് യൂണിറ്റോടെ മാറ്റിയിട്ട് അവിടെ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഏതൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ട് ആ സാധനത്തിൻ്റെ ലിങ്ക് കാര്യങ്ങൾ വാട്സപ്പ് ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. അവിടെ നിന്ന് താഴെ വരുന്ന സമയത്ത് തന്നെ ഈ VXI ഓപ്ഷണലിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ വരില്ല. പക്ഷേ ഇത് കമ്പനി തന്നെ അവരുടെ ഒരു ആഡ് ഓൺ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഈ കമ്പനി ആഡ് ഓൺ ആയിട്ട് കൊടുത്തൊരു സാധനമാണ് ഈ ഒരു റിവേഴ്സ് ക്യാമറ. അത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു നോർമലായിട്ടുള്ളൊരു ക്വാളിറ്റിയേ ഉള്ളൂ. അത്യാവശ്യം വൈഡാണ് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ക്വാളിറ്റി ഞാൻ എന്തായാലും കാണിച്ചു തരാം. നമുക്ക് അത് അത്യാവശ്യം നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. രണ്ടാമത് വാങ്ങിച്ച് വെച്ചാണ് കേട്ടോ കാശ് കൊടുത്തിട്ട്. തിരിച്ചു പറഞ്ഞ സമയത്ത് ഇവിടെ നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചും ഉണ്ട്, വണ്ടി ലോക്ക് ചെയ്യാനുള്ള സ്വിച്ചും ഉണ്ട്. കമ്പൾസറി ആയിട്ട് റിവേഴ്സ് സെൻസർ വരണം എന്നുള്ളത് കൊണ്ട് 4 സെൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല ഉപയോഗമുള്ള സാധനമാണ്. പിന്നെ താഴോട്ട് വരുമ്പം ഇവിടെ ഒരു റിഫ്ലക്ടറാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് പിന്നീട് ലൈറ്റ് വെക്കുക എന്നുള്ളതാണ്. കുറച്ച് കാശൊക്കെ ഉള്ളൂ. സൈലൻസർ പറഞ്ഞേക്കതാ ഇങ്ങനെ
ഒരു ഇങ്ങനത്തെ ഷേപ്പാണ് പറഞ്ഞത്. ആഫ്റ്റർ മാർക്കറ്റ് മറ്റേ എക്സോസ് പൈപ്പൊക്കെ നിങ്ങൾക്ക് ഷോക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന സാധനം വാങ്ങിച്ച് വെക്കേണ്ടി വരും. പിന്നെ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ഹുക്ക് അവിടെയാണ് ഉള്ളത്. ഇപ്പുറത്തെ സൈഡിലും നമുക്ക് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, അപ്പുറത്തെ സൈഡ് പോലെ തന്നെയാണ് ഇപ്പുറത്തെ സൈഡ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് എന്താണ് ഉള്ളതെന്ന് നോക്കാം. ജസ്റ്റ് നമുക്കിത് അകത്തോട്ട് കയറുമ്പോഴത്തേക്കും നമുക്കിതാ ഇവിടെ ഡോറിൻ്റെ പാനലൊക്കെ കാണാൻ പറ്റും. അത്യാവശ്യം ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ളൊരു സാധനമാണ് ഇതായി കിടക്കുന്നത്. ഇവിടെ നമുക്ക് ഡോർ അൺലോക്ക് ചെയ്യാം, ലോക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതിലും നമുക്ക് ഡോർ അൺലോക്ക് ചെയ്യാം, ലോക്ക് ചെയ്ത് തുറക്കുന്ന സാധനമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് പരമായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതിൽ സ്പോഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ഇരിക്കുന്ന ഭാഗത്ത് ഇത്രയാണ് സ്പോഞ്ച് വരുന്നത്. ഇവിടെ നമുക്ക് പിടിക്കാനുള്ളൊരു സ്പോട്ടുണ്ട്. നമുക്ക് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാനും വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് മിറർ വേണമെങ്കിൽ ചാവി ഓൺ ആണെങ്കിൽ ഫോൾഡ് ചെയ്യാൻ പറ്റും, ഓപ്പൺ ആക്കാനും പറ്റും. അല്ലാതെ ഓട്ടോമാറ്റിക്കലി ഇത് ലോക്ക് ആവുന്നില്ല. നിങ്ങൾക്കത് ആഫ്റ്റർ മാർക്കറ്റ് വേണമെങ്കിൽ ചെയ്യാം. അതൊരു നല്ല കാര്യം തന്നെയാണ്, വയറിംഗ് കിട്ടുന്നതും കട്ട് ചെയ്യാതെ ചെയ്യണത്. പിന്നെ ഇത് നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനമാണ്. പിന്നെ ഇവിടെ നമുക്ക് 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ വയ്ക്കാം, ഇവിടെ ഡയറീസ് കാര്യങ്ങളൊക്കെ വയ്ക്കാം. അത്യാവശ്യം നല്ല ഒരു ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യമായി ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ് ബ്ലാക്ക്. അപ്പോൾ എനിക്കിത് കുറേ അധികം ഇഷ്ടമായിട്ടുണ്ട്. ഇത് പിന്നെ സുസുക്കിയുടെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഒരു മാറ്റാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ മാറ്റ് വേറെ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 70 മാറ്റൊക്കെ ചെയ്യാവുന്നതാണ്. 3000 to 4000 രൂപയെ കൂടെ നിങ്ങൾക്ക് നല്ല കിടിലം 70 മാറ്റൊക്കെ ഇതിനകത്ത് ഇടാൻ പറ്റും. സീറ്റ് എന്ന് പറയുമ്പം ഇതാണ് സീറ്റിൻ്റെ ക്വാളിറ്റി. ഇവിടെ നമുക്കിങ്ങനെ നമ്മുടെ ഹഗ് ചെയ്ത് പിടിക്കണം, അതായത് ഇച്ചിരി വണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ ഹഗ് ചെയ്ത് പിടിക്കുന്ന രീതിക്കാണ് ഈ ഒരു സീറ്റിൻ്റെ ആ ഒരു സമ്പ്രദായം. പിന്നെ തൈ സപ്പോർട്ടായിട്ട് അങ്ങനെ എക്സ്ട്രാ സാധനങ്ങളൊന്നുമില്ല. ഇവിടെയും നമുക്ക് ഹഗ് ചെയ്തിരിക്കുന്ന രീതിക്കുള്ള സീറ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ആ ഒരു ഹഗ്ഗിങ് പരിപാടിയുണ്ട്. പിന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് അകത്ത് കയറുമ്പോൾ ഇതിൻ്റെ ബാക്കി പരിപാടികൾ കാണാം. ഇതാണ് സുസുക്കിയുടെ ആ ഒരു സ്റ്റിയറിംഗ് വീല്. അത്യാവശ്യം നല്ലൊരു സ്പോട്ടി ലുക്ക് വരുന്ന സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. താഴെ ഫുള്ളി റൗണ്ട് അല്ല, താഴെ ഇങ്ങനെ പറഞ്ഞത് മുമ്പത്തെ സ്വിഫ്റ്റിലൊക്കെ ഉള്ള പോലെ തന്നെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടോട്ട് വരുമ്പോൾ ഇവിടെ ഒരു AC വെൻറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്ലോ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിങ്ങനെ കൈ വെച്ച് വയ്ക്കുമ്പോൾ കയ്യിലൊന്നും വലുതായിട്ട് അടിച്ച് കയറാനില്ല. ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ ഹോണ്ട സിറ്റിയിലെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞാണ് അത്രയും ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന വണ്ടിയിൽ നമുക്ക് ഈ സാധനം ഇങ്ങനെയോ വെച്ചേക്കണം, അല്ലെങ്കിൽ കൈ കൂടെ അടിച്ച് കയറും. മനസ്സിലായോ? അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കിടപ്പുണ്ട്, കയറി കണ്ടാൽ മതി. പിന്നെ ഇവിടെയാണ് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നത്. ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആക്കാം, ഓഫ് ആക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഓട്ടോ സ്റ്റാർട്ട് ഓട്ടോ സ്റ്റോപ്പ് നമുക്ക് സെറ്റ് ചെയ്തിടാൻ പറ്റും. ഇത് പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള 0 ഹെഡ്ലൈറ്റ് ഏറ്റവും പൊങ്ങി നിൽക്കും. അതുപോലെ തന്നെ ഏറ്റവും കുറച്ചിടുകയാണെന്നുണ്ടെങ്കിൽ 5 ഏറ്റവും താഴ്ന്നു നിൽക്കും. അതും 0 ഇങ്ങനെയാണ് നല്ലത്. അത് കഴിഞ്ഞ് ഇവിടെ അത്രയൊക്കെ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റ് ഇടാനുള്ളത്, പാർക്ക് ഇടാം, ഹെഡ്ലൈറ്റ് ഇടാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് വൈറ്റ് ലൈറ്റ് അല്ല, മഞ്ഞ ലൈറ്റാണ്. അത് കഴിഞ്ഞ് ഇവിടെയാണ് ഇൻഡിക്കേറ്റർ, വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വരുന്നത് ഇവിടെ വൈപ്പേഴ്സാണ് വരുന്നത്. ഈ വൈപ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നാണ് സെറ്റ് ചെയ്യണത്. ബാക്കിൽ വൈപ്പർ ഇല്ല, പക്ഷേ ഡീഫോഗർ ഉണ്ട്. അതിനെപ്പറ്റിയുള്ള കാര്യം നമ്മൾ അങ്ങോട്ട് AC ഭാഗത്ത് വരുമ്പോൾ പറഞ്ഞുതരാം. ഇത്രയും ഭാഗത്ത് മാത്രമാണ് ഡിസ്പ്ലേ വരുന്നത്. ബാക്കി രണ്ടും സാധാരണ നോർമൽ അനലോഗ് മീറ്റർ തന്നെയാണ് വരുന്നത്. RPM മീറ്ററും ഇതുപോലെ തന്നെ സ്പീഡോ മീറ്ററുമാണ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഇത്. കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ കാണിച്ചിരിക്കുന്നത് എത്ര കിലോമീറ്റർ ഓടി ഓഡോമീറ്റർ ആണ്. അത് കഴിഞ്ഞ് ട്രിപ്പ് Aയും Bയും ഉണ്ട്. ഡോറൊക്കെ തുറന്ന് നടക്കണം, ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഡോറ് നമുക്ക് അടയ്ക്കുമ്പം ആ ഒരു നോട്ടിഫിക്കേഷൻ മാറുന്നതാണ്. പിന്നെ ഇതിൽ നമുക്ക് ആവറേജ് കിലോമീറ്റർ പെർ ലിറ്റർ 13 കാണിക്കുന്നത്. കമ്പനി 25 അവകാശപ്പെടുന്നുണ്ട്. ഇത് വെറും 190 കിലോമീറ്ററൊക്കെയാണ് ഇത് ഓടിയത്. മ്യൂസിക് ക്വാളിറ്റി അത്യാവശ്യം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. VXI ഓപ്ഷനിൽ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം 7-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്കിവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ ഒക്കെ ഇൻബിൽറ്റ് ആയിട്ട് തന്നെയുണ്ട്. അത്യാവശ്യം നല്ലതാണ്. പിന്നെ സുസുക്കി കണക്ട് എന്ന് പറഞ്ഞ പരിപാടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് VXI ഓപ്ഷനിലോട്ട് വരുമ്പോൾ. നമ്മൾ ഇതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആവറേജ് മൈലേജ് 13 ഇപ്പം കാണിക്കുന്നത്. ഒരു 1000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ തന്നെ വണ്ടിയിലെ മൈലേജ് ഒരു 18+ കാണിക്കും. നമുക്ക് ലോങ് പോകുമ്പോൾ ഒരു 20 എന്തായാലും കിട്ടാൻ ചാൻസ് നല്ല കൂടുതലാണ്. അത്രയാണ് ഈ ഒരു ക്ലസ്റ്ററിനകത്തുള്ളത്. അതുപോലെ തന്നെയാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ പറ്റി പറയാനുള്ളത്. സ്റ്റിയറിംഗിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ വോളിയം അപ്പ് ആൻഡ് വോളിയം ഡൗൺ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഇതാണ്. മറ്റേ സ്വിച്ചാണ് അത്രയും സുഖം ഇല്ലാത്ത സ്വിച്ച്, വോളിയം പ്ലസും മൈനസും പറഞ്ഞ മറ്റേ സ്വിച്ച് പറഞ്ഞത്. ഇത് അത്യാവശ്യം നല്ലൊരു ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു സ്വിച്ചസ് കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് ട്രാക്ക് മാറ്റാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, മ്യൂട്ട് ചെയ്യാം. അതാണ് ഇതിൻ്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ക്ലച്ച് ഔട്ടുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ടാവും. സ്റ്റാർട്ടായിട്ട് നമുക്ക് AC പറ്റി പറയാം. ഇപ്പോൾ ചൂടെടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ മാക്സിമം AC എന്ന് പറഞ്ഞ് കൊടുത്താൽ നമുക്കവിടെ മാക്സിമം AC ആവും. മനസ്സിലായി? ഇവിടെ മാക്സ് AC എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട. അങ്ങനെ ചെയ്യാം. ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പരിപാടിയൊന്നും അല്ല. നമുക്കിപ്പം മാക്സിമം കൂളിലിടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി മാക്സിമം കൂളിലാകും. അത് കഴിയുമ്പോൾ നമുക്കിപ്പം ഇവിടെ ചൂട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇവിടെ ഇങ്ങനെ ആക്കി നമുക്ക് ചൂടിലോട്ട് പോകണം. ഇപ്പോൾ ചൂടെടുത്താൽ ഞാൻ ഇവിടെ ഷവായി ആവും. നമുക്ക് തിരിച്ച് കൂളി തന്നെ ഇടാം. കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഫാൻ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത് കുറയ്ക്കാം.
പിന്നെ ഇത് നമുക്ക് മുഖത്തോട്ടടിക്കാം, കാലിലടിക്കാം, അതുപോലെ തന്നെ മുഖത്തും കാലിലും അടിക്കാം, വിൻഡിലടിക്കാം, അങ്ങനെ അതായത് ഫ്രണ്ട് ഗ്ലാസ്സിലടിക്കാം, ബാക്കിലടിക്കാം എന്നൊക്കെ പറഞ്ഞുള്ള പരിപാടിയാണ്. ഇത് ബാക്കിലടിക്കുക, ഇതിലാണ് ഡീഫോഗർ വർക്ക് ആവണം. ഇത് ഞെക്കിയ ബാക്കിലെ ഡീഫോഗർ ഓൺ ആവുന്നു, ബാക്കിലെ മഞ്ഞ കാര്യങ്ങളൊക്കെ പോകുന്നു, വൈപ്പറില്ല, കുഴപ്പമില്ല. ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഇത് ഓണാക്കുക, എ സി ഓണാക്കി ഇത് ഓണാക്കി ഇടുമ്പോൾ ഫ്രണ്ടിൽ നമുക്ക് അത് ഫ്രണ്ടിലെ മഞ്ഞ് മാറ്റാൻ പറ്റും. മഴ സമയത്തൊക്കെ അത് ഉപയോഗമാണ്. മാക്സിമം എ സി ലേസ് പറഞ്ഞല്ലോ. പിന്നെ ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ആക്കാം, എ സി മാത്രം ഓഫ് ആക്കണമെങ്കിൽ ഓണാക്കാം, ഓഫ് ആക്കാം എന്ന് പറഞ്ഞാൽ ഫാൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എ സി ഓണാക്കി എ സി വരും. പിന്നെ കാറിനകത്തുള്ള കാറ്റ് തണുപ്പിക്കണമെങ്കിൽ ഇത് ഓണാക്കാം. ഇതിപ്പോൾ ഓഫ് ആക്കിയിട്ടിരുന്ന വെളിയിലെ കാറ്റെടുത്ത് തണുപ്പിക്കും. ഇതിപ്പോൾ അകത്തെ കാറ്റ് തണുപ്പിക്കുന്നതാണ്. എല്ലാം ചെറുതാണ് കേട്ടോ. ഇത് ഈ സ്വിച്ചസ് എല്ലാം നമുക്ക് ചെറുതാണ്. ഈ ഒരു എ സി വെൻ്റൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ചെറിയൊരു എ സി വെൻ്റാണ്. പക്ഷെ അത്യാവശ്യം നമുക്ക് കാണാൻ ഒരു സുഖകരമായിട്ടുള്ളൊരു എ സി വെൻ്റാണ്. അതുപോലെ തന്നെ സുസുക്കിയോട് എനിക്കൊരു നന്ദി പറയാനുള്ള ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കണ്ട. ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഈ ഒരു സെറ്റ് ഫുള്ള് ഇങ്ങോട്ടായിട്ടുണ്ട്. എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടാൽ മനസ്സിലായി. ഞാൻ മാരുതിയിലെ വണ്ടികൾ എപ്പോഴും വീഡിയോ ഇട്ടാലും പറയണതാണ്, ഇത് സ്ട്രെയിറ്റ് ആണ് അലൈൻ ചെയ്തേക്കുന്നത്. അതായത് നമ്മളൊരു ഡ്രൈവറാണ് ഈ വണ്ടി ഓട്ടിക്കുന്നത്. അപ്പോൾ ഡ്രൈവറെ കംഫർട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കാനുള്ളത്. നമുക്ക് കോൾ വരണമെങ്കിൽ, ആരെങ്കിലും അത്യാവശ്യം കോൾ വരണമെങ്കിൽ അത് കാണാനോ. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് ചെറുതായിട്ട് യൂസ് ചെയ്യാൻ. ഇപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കണോണ്ട് നമുക്ക് നല്ല പോലെ ഇത് യൂസ്ഫുൾ ആണ് ഈ ഒരു സാധനം. ഇങ്ങനെ ഇപ്പോൾ എന്താ വണ്ടി ഓടിക്കുന്നത്, നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്നെ നോക്കിയിരിക്കുന്നുണ്ട്. അതേസമയത്ത് ഈ സ്ട്രെയിറ്റ് ആണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ഇരിക്കുന്നവർക്ക് ഇത് ഉപയോഗമാണ്, കാണാൻ പറ്റും. മറ്റേതാണെന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് മാത്രമേ ഇരിക്കുള്ളൂ. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ ഇവിടെ ഇത്രയും സെറ്റോടെ ഇങ്ങോട്ട് ഇരിപ്പുണ്ട്. അത് നല്ലൊരു കാര്യമാണ് സുസുക്കി. പിന്നെ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് പറഞ്ഞത്. ഇവിടെ നമുക്കൊരു മറ്റേ മൊബൈൽ ചാർജർ കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു സാധനമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് USB കണക്ട് ചെയ്യാനായിട്ട് USB A ടൈപ്പ് കണക്ട് ചെയ്യാനായിട്ടൊരു സാധനമുണ്ട്. അതുപോലെ തന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് പേഴ്സ് വയ്ക്കാം, അതുപോലെ തന്നെ ഫോൺ വയ്ക്കാം, എന്തും വയ്ക്കാം. അത്യാവശ്യം നല്ലൊരു സ്പേസ് ആണ്. ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ചാവിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചാവിയൊക്കെ ഇടാം. ചാവിയെ പറ്റി പറഞ്ഞപ്പോഴാണ് BXI ഓപ്ഷണലിൽ പറഞ്ഞ ഒരു വലിയ കാര്യമാണ് ഇതിൻ്റെ താക്കോല് കാണിച്ചത്. എന്താ, ഇതാണ് ഇതിൻ്റെ താക്കോൽ പറഞ്ഞാൽ. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വന്നപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് കീ ഇല്ലാത്ത സാധനമാണ്. കീ ഉണ്ട്, ഇത് വലിച്ചു ഊരിയാൽ കീ ഊരി എടുക്കാൻ പറ്റും. അപ്പോൾ ലോക്കും അൺലോക്കും ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിവിടെ ഇട്ടിരുന്നിട്ടൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തൊക്കെ പോകും. BXI ഓപ്ഷണലിൽ പറഞ്ഞൊരു മെയിൻ കാര്യമാണ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് എന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ നമുക്ക് ആം റെസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു 2000 രൂപയോളം മുടക്കി നിങ്ങൾക്ക് വെളിയിൽ നിന്ന് ഇത് വാങ്ങിച്ചു വയ്ക്കാൻ പറ്റും. അത് വാങ്ങിച്ച് വെക്കണം. അവിടെ അത് വാങ്ങിച്ചു വെച്ചാൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങളത് വാങ്ങിച്ചു വെച്ചോ. പിന്നെ മാനുവലി ആയിട്ടുള്ള ഹാൻഡ് ബ്രേക്കാണ് പറഞ്ഞത്. ഇറ്റ്സ് എ ഗുഡ് തിങ്. അപ്പോൾ നമുക്കിതിൻ്റെ എഞ്ചിൻ റൂം കാണിച്ചു തന്നില്ലല്ലേ. ഗിയർ ബോക്സ് പറഞ്ഞപ്പോഴാണ് എഞ്ചിൻ റൂമിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി എന്ന് മനസ്സിലായത്. നമുക്ക് വണ്ടി ഓഫ് ചെയ്യാം. വണ്ടി ഓഫ് ചെയ്തിട്ട് നമുക്ക് ചാവി എടുക്കാം. ചാവി വെച്ചിരുന്നാലും ലോക്കൊന്നും ആവത്തില്ല. നമുക്ക് ഡോർ തുറക്കാം. ഇപ്പോൾ മാരുതിയിലെ വണ്ടിയൊക്കെ പെട്രോൾ അടിക്കാനുള്ളത് ഇവിടെയാണ്. അതുകൊണ്ട് നമ്മൾ കുനിഞ്ഞാണെന്ന് പിടിക്കേണ്ട ആവശ്യമില്ല. ഇത് ബോണറ്റ് വലിക്കാൻ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സെറ്റപ്പ് തന്നെയാണ്. അവിടെ കൊള്ളാം. അതിനകത്ത് കിടക്കുന്നത് അത് വലിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഡോർ അടച്ചതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ബോണറ്റ് തുറക്കാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിക്കുക. അത്യാവശ്യം നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു ബോണറ്റാണ് ഇതിന് പറഞ്ഞത്. ആ ബുഷസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. താഴെയല്ല ബുഷ് പറഞ്ഞത്, ഇതിലാണ് ബുഷ് പറഞ്ഞത്. അത്യാവശ്യം കൊള്ളാടായി. പിന്നെ നമുക്ക് ഇവിടെയാണ് ആ ഒരു ബോണറ്റ് നൂത്ത് വയ്ക്കാനുള്ളൊരു കമ്പി പറഞ്ഞത്. ഓടി നല്ല പഴുത്ത് കിടക്കണ വണ്ടിയൊന്നും ചെന്നിട്ട് തുറന്നിട്ട് അതിലൊന്നും കമ്പിയിലൊന്നും പോയി പിടിച്ചാളതിൽ കൈകൊള്ളും. കാരണം ഇത്രയും താന്ന് കിടക്കുമ്പോൾ ആ ചൂട് അതിലോട്ട് അടിക്കുന്നതാണ്. ഈ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ് 1.2 ലിറ്ററിൻ്റെ 89 HP പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു 3 സിലിണ്ടർ സ്വിഫ്റ്റിൻ്റെ പുതിയ എഞ്ചിൻ. 1 ലിറ്ററിൽ ഇറക്കുകയാണെന്നുണ്ടായിരുന്നെങ്കിലും നമുക്ക് ഈ മൈലേജ് കിട്ടത്തില്ല. ഇതാണ് അതിൻ്റെ ആ ഒരു എഞ്ചിൻ റൂം എന്ന് പറഞ്ഞാൽ. ബാറ്ററിയൊക്കെ ഇവിടെയാണ് പറഞ്ഞത്. വൈപ്പർ ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ആ ഒരു മനോഹരമായിട്ടുള്ള എഞ്ചിൻ റൂം. നമ്മൾ ബോണറ്റ് അടച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റിൽ കയറിയിരിക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇവിടെ ഒരു പവർ വിൻഡോ ഉണ്ട്, തുറക്കാൻ അടയ്ക്കാനുള്ള സ്വിച്ച് ഉണ്ട്, തുറക്കാൻ അടയ്ക്കാനുള്ള സാധനമുണ്ട്, പിടിക്കാനുള്ള പിടിയുണ്ട്, കപ്പ് വയ്ക്കാനുള്ള സാധനമുണ്ട്, സ്പീക്കറുണ്ട്, ഡയറി വയ്ക്കാൻ പറ്റും. ഇത് നമുക്ക് ഏറ്റവും ബാക്കിലോട്ട് വലിച്ചിടാം. സീറ്റ് ഏറ്റവും ബാക്കിലോട്ട് വലിച്ചിട്ടിട്ടുണ്ട്. സീറ്റ് ഏറ്റവും ബാക്കിലോട്ട് വലിച്ചിടുമ്പോൾ നമുക്ക് അകത്തിരിക്കുമ്പോൾ ഉള്ള ആ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം സ്പേസാണ്. നമുക്ക് ഇവിടെ ആ ഒരു ലിവർ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ബാക്കിലോട്ട് ചാരാനൊക്കെ പറ്റും. ഇത്രയും സ്പേസ് ഉണ്ട്. ഈ ഒരു സാധനം കണ്ട, ഈ ഒരു ഗ്ലോ ബോക്സ് എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് ഇപ്പം ഇങ്ങനെ കിടക്കണമെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് നിറയാറാണ് പതിവ്. സത്യം പറഞ്ഞാൽ ഈ ഗ്ലോ ബോക്സ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? വണ്ടിയൊക്കെ കണ്ടുപിടിച്ച സമയത്ത് ഇതിൻ്റെ സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു സമ്പ്രദായമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പവർ സ്റ്റിയറിംഗ് ഒക്കെ വന്നത്. ഈ ടൈറ്റ് ആയിട്ടുള്ള സാധനം വന്ന സമയത്ത് ഈ കയ്യിലൊക്കെ തഴമ്പ് വരും. വണ്ടി ഓടിച്ച് കയ്യിലൊക്കെ തഴമ്പ് വരും. ആ തഴമ്പ് പറഞ്ഞ സമയത്ത് ആ തഴമ്പ് വരാതിരിക്കാനും കൈ വേദനിക്കാതിരിക്കാനുമാണ് ഗൈസ് ഈ ഒരു ഗ്ലൗസ് ഇട്ട് വണ്ടി ഓട്ടിക്കുക എന്നുള്ള തീരുമാനം വന്നത്. ആ ഗ്ലൗസ് വെളിയിലിറങ്ങുമ്പോൾ ഇവിടെ വെക്കും, പോക്കറ്റ് വെച്ചുകൊണ്ട് പോകാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഗ്ലൗ ബോക്സ് എന്ന് പറഞ്ഞൊരു സാധനം, ഗ്ലൗസ് വയ്ക്കാനായിട്ട് ഗ്ലൗ ബോക്സ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നത്. അതിനകത്താണ് ഇപ്പോൾ ഭാര്യമാർ ലിപ്സ്റ്റിക്ക് വരെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ഇത് വീണ്ടും തുറന്നു തന്നെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനം ഇല്ലെന്ന് പറയാനാണ്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി.
പക്ഷേ നമുക്ക് ടൈപ്പ് 2 സ്വിഫ്റ്റിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റർ എന്ന് പറഞ്ഞ സാധനം ഇതിനകത്ത് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിക്കാണ് ഇതിൻ്റെ ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം ഒരു മിഡിൽ റേഞ്ചിൽ ഇതിൻ്റെ പൊക്കമുണ്ട്, എന്നാൽ കുഴിഞ്ഞങ്ങ് കിടക്കണില്ല എന്നുള്ളൊരു ലെവലിലാണ് ഇതിൻ്റെ ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എന്നുള്ളത്. എന്നിരുന്നാലും ലോങ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഒരു റൈഡിങ് പോസ്റ്റർ മാറ്റണമെന്ന് തോന്നിയാൽ അങ്ങനെ മാറ്റാനൊന്നും പറ്റത്തില്ല. എന്ന് പറഞ്ഞത് ലോങ് പോകേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ ലോങ് പോകാൻ പറ്റിയ വണ്ടിയാണ്. ഇതിൻ്റെ സീറ്റ് ഏറ്റവും ഡ്രൈവർ സീറ്റ് ഏറ്റവും ഫ്രണ്ടിലോട്ട് ഇടാം. അപ്പോൾ ഡ്രൈവർ സീറ്റ് ഏറ്റവും ഫ്രണ്ടിലിട്ടുണ്ട്, കോ ഡ്രൈവർ സീറ്റ് ഏറ്റവും ബാക്കിലിട്ടിട്ടുണ്ട്. നമുക്കിത് അടച്ചതിന് ശേഷം ബാക്കിലെ സ്പേസ് എങ്ങനെയാണെന്ന് നോക്കാം. ബാക്കിൽ നമ്മൾ ഡോർ തുറക്കുന്ന സമയത്ത് അവിടെയും പവർ വിൻഡോ വരുന്നുണ്ട്, ലോക്ക് അൺലോക്ക് വരുന്നുണ്ട്, ഡോർ തുറക്കാനുണ്ട്, പിടി വരുന്നുണ്ട്. ഒരു 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ, വേറെ ഡയറി പേഴ്സ് അങ്ങനെ ഒന്നും വെക്കാൻ പറ്റത്തില്ല. ഇവിടെ സ്പീക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അകത്തോട്ട് കയറുമ്പോൾ എൻ്റെ എല്ലാ സാമഗ്രികളും ഇവിടെ കിടപ്പുണ്ട്. നമുക്കതൊക്കെ മാറ്റിയിട്ട് ബാക്കിലോട്ട് കയറാം. ബാക്കിലെ സീറ്റും ആ ഒരു തൈ സപ്പോർട്ടായിട്ട് എടുത്ത് നിൽക്കുന്ന സാധനങ്ങളൊന്നുമില്ല, എന്നാലും ആ ഒരു സ്ട്രൈറ്റും അല്ല, ഒരു ബെഞ്ച് പോലത്തെ സാധനമല്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഹൈറ്റ്, ഇവിടെ നിന്നൊരു ഹൈറ്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, അത് അത്യാവശ്യം നല്ലത് തന്നെയാണ്. നമുക്ക് അകത്തോട്ട് കയറാം. അകത്തോട്ട് കയറുന്ന സമയത്ത് ഏറ്റവും ഫ്രണ്ടിലോട്ട് സീറ്റ് ഇട്ടയ്ക്കുമ്പോൾ നമുക്കിതാ ഇത്രയാണ് ആ ഒരു സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായി ഏറ്റവും ഫ്രണ്ടിലോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ. അതേ സമയത്ത് ഇവിടെ സെൻറ്ററിൽ നോക്കുമ്പോൾ സെൻറ്റർ ടണൽ ഇത്രത്തോളം ഉണ്ട്. നമുക്ക് സെൻറ്ററിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാലെങ്ങനെ വെക്കാമെന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ വെക്കാൻ പറ്റും. ഏറ്റവും ബാക്കിൽ സീറ്റ് ഇടുകയാണെങ്കിൽ, ഏറ്റവും ഫ്രണ്ടിലാണെങ്കിൽ ഇങ്ങനെ വെക്കാൻ പറ്റും. നമുക്ക് കാല് വെക്കണമെങ്കിൽ പിന്നെ ഇങ്ങനെ വെക്കാൻ പറ്റും. സെൻറ്ററിൽ ഇരിക്കുകയാണെങ്കിൽ ഏറ്റവും ബാക്ക് സീറ്റ് ഇട്ടാൽ അത് ഇങ്ങനെ കാല് മുട്ട് തട്ടുന്നു, ഏറ്റവും ഫ്രണ്ടിലോട്ട് ഇട്ടാൽ അത് വലിയ വിഷയമില്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റും. സെൻറ്ററിൽ ഇരിക്കണമെങ്കിൽ ഇങ്ങനെ ഇരിക്കാം. ഇവിടെ AC വെൻസ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ആഫ്റ്റർ മാർക്കറ്റ് വേണമെങ്കിൽ AC വെൻസൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചാൽ അത്യാവശ്യം നല്ല കൂളിങ് കാര്യങ്ങൾ കിട്ടും. വയറിംഗ് കിറ്റൊന്നും കട്ട് ചെയ്യാത്ത രീതിക്ക് തന്നെ ചെയ്യണമെന്നുള്ളവർ. അപ്പോൾ കുറച്ച് പൈസ മുടക്കിയാൽ കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് ആഡ് ഓൺ ആവാം. ഇവിടെ മൊബൈൽ ചാർജർ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു കപ്പ് ഹോൾഡറാണ് പറഞ്ഞത്. ബാക്ക് സീറ്റിൽ ഇപ്പുറത്തെ സൈഡിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഇതാ ഏറ്റവും ബാക്കിലോട്ട് സീറ്റ് ഇട്ടാൽ അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് കാല് തട്ടും. പക്ഷേ അത് ഡിസ്കംഫോർട്ടാണെന്ന് വെച്ചാൽ ലോങ് ഒക്കെ പോകാൻ എന്തായാലും ഡിസ്കംഫോർട്ടായിരിക്കും. ആരും ഇങ്ങനെ ഏറ്റവും ബാക്കിൽ ഇട്ട് യാത്ര ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലാരെങ്കിലും ഇങ്ങനെ ഏറ്റവും ബാക്കിലോട്ട് സീറ്റ് പിടിച്ചിട്ട് യാത്ര ചെയ്യുമോ എന്നുള്ള കാര്യം കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു കംഫോർട്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. ഹെഡ് റെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നുമല്ല. കഴുത്തൊക്കെ നേരെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പൊയ്യാതിട എന്നാണ് കമ്പനി പറയുന്നത്. ഇപ്പോഴും ഹെഡ് റെസ്റ്റ് ഒന്നും ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഉള്ള സാധനം വെച്ചിട്ടില്ല. കാരണം കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമാണ്. സെൻറ്ററിലിരിക്കുന്ന ആൾക്ക് തലയില്ലാത്തതുകൊണ്ട് ഇവിടെ നമുക്ക് ഹെഡ് റെസ്റ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഇതുവഴി തന്നെ തുറന്നിറങ്ങാം. ഇതുവഴി തുറന്നിറങ്ങുമ്പോൾ ഇങ്ങനെ തുറക്കുക. അത്യാവശ്യം നല്ല വൈഡറായിട്ട് തന്നെ തുറന്നിറങ്ങുന്നുണ്ട്. എന്നാലും നമുക്ക് ആ ബാക്കിലിരിക്കുമ്പോൾ ബാക്കിലോട്ട് ഇട്ടയ്ക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടാണ് ഇതിൽ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു സ്പേസ് മാത്രമാണ് ഏറ്റവും ബാക്കിലോട്ട് ഇട്ടയ്ക്കുമ്പോൾ ഉള്ളത്. ഇവിടെയും അതുപോലത്തെ ആ ഒരു സാധനം തന്നെ, കപ്പ് ഹോൾഡർ മാത്രമാണുള്ളത്. ഇവിടെ വെള്ളം വെച്ചില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വെക്കാം. നമുക്കിത് അടയ്ക്കാം. അടച്ചതിന് ശേഷം ബലേനോൻ്റെ വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് റൈഡിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതിൻ്റെ ആ ഒരു റിയർ വ്യൂ മിറർ എന്നുള്ളത്. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റും, അതുകൂടെ കാണിച്ചു തരാം. ഇവിടെ റിയർ വ്യൂ മിറർ എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോ ഡിം ആയിട്ടുള്ള സാധനമല്ല, നമുക്ക് മാനുവലി നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മൾ തന്നെ ചെയ്യണം. ഓട്ടോമാറ്റിക് നല്ല ഉപയോഗമുള്ളൊരു സാധനമാണ്. പിന്നെ ആ ഓട്ടോമാറ്റിക് ഒന്ന് ആ ഒരു സെറ്റ് കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങിയിരിക്കും. അതിനേക്കാളും ഇങ്ങനെ മുകളിലോട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നമുക്ക് ഇപ്പം ഇത്രയും ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഇത്രയും പൊങ്ങിയിരിക്കുകയാണ്. ഇത്രയും പൊങ്ങിയിരിക്കുമ്പോൾ ഇത്രയും ഒരു ബലൂനെക്കാട്ടിലും കുറച്ചുകൂടെ ഗ്ലാസ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സാധനം കുറച്ചുകൂടെ താന്നാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കത് ഒരു ബുദ്ധിമുട്ടില്ല. ഇത്രയും വൈഡറായിട്ടുള്ളൊരു വ്യൂ കിട്ടും ഫ്രണ്ടിലോട്ട്. ഈ ഒരു സാധനം നല്ല മുകളിലോട്ട് കയറിയിരിക്കുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ബലേനോയിൽ പ്ലീസ് ബലേനോ ഈ ഒരു സാധനം നിങ്ങൾ കുറച്ചുകൂടെ മുകളിലോട്ട് വെച്ചിറക്കിയാൽ നല്ലൊരു ഉപയോഗമായിരിക്കും. കാരണം ഈ ഒരു സാധനം ബലേനോയിൽ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ബലേനോ ഉള്ളവർക്ക് മനസ്സിലായി ഈ കയ്യിലെ താഴോട്ടുള്ള അത്രയും ഭാഗമാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ ഇത് അത്യാവശ്യം കുഴപ്പമില്ലട. ഇവിടെ മിറർ ഉണ്ടോയെന്ന് വെച്ചാൽ ഇവിടെ മിററില്ല, ഇവിടെ മിറർ ഉണ്ടോയെന്ന് വെച്ചാൽ ഇവിടെ മിററുണ്ട്. നമുക്ക് ലൈറ്റ് കാര്യങ്ങൾ ഇവിടെ ഒന്നും അല്ല. ഈ ഒരു സാധനമാണ് ലൈറ്റ് എന്ന് പറയുന്നത്. ഡോറിലിടാം, ഓഫിലിടാം. ബാക്കിൽ ലൈറ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ബാക്കിൽ ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അകത്തുനിന്ന് ഡിക്കി വലിക്കാനോ പിടിക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. വണ്ടി അൺലോക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിക്കി തുറക്കാനായിട്ട് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇങ്ങനെ പൊക്കിയാൽ നമുക്ക് അത്യാവശ്യം ഫ്രീ ആയിട്ട് അത് പൊങ്ങിപ്പോണ്ട്. നമുക്ക് വലിച്ചു പിടിച്ച് പൊക്കുകയൊന്നും വേണ്ട, വലിച്ചു പിടിച്ച് താക്കുകയൊന്നും വേണ്ട. അത്യാവശ്യം ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യണുണ്ട്. ഇവിടെ നമുക്കൊരു ഹോൾഡ് ചെയ്യാനുള്ളൊരു സാധനമുണ്ട്, നമുക്ക് പിടിക്കാനുള്ളത് തിരിച്ചടയ്ക്കാനായിട്ട്. ഇവിടെ ഒരു പാഴ്സൽ ട്രേ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്രയും ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് ഒരു സാധനം ലിഫ്റ്റ് ചെയ്തെടുത്ത് വെക്കണം, കാരണം ഇത്രയും താഴ്ചയുണ്ട്. അപ്പോൾ ഇത്രയും ഒരു ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ സീറ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു ബെഞ്ച് സീറ്റാണ്. മറ്റേ 60-40 അല്ലെങ്കിൽ 50-50 അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല. ഫുള്ളായിട്ട് അങ്ങ് മറിഞ്ഞു പോകും. നമുക്കിതിനകത്ത് എന്ത് വേണോ നമുക്ക് ഇതിനകത്ത് കൊണ്ടുപോകാം. നമുക്ക് നമ്മുടെ സ്പെയർ വീൽ എടുക്കാനാണ് ഇത് ഇങ്ങനെ പൊക്കിയാൽ നമുക്ക് സ്പെയർ വീൽ കിട്ടും. അതും 165 80 6 14 തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ സ്പെയർ വീൽ ഫുള്ളായിട്ടുള്ളൊരു സ്പെയർ വീൽ തന്നെയാണ് കിട്ടുന്നത്.
അപ്പോൾ ഇത്രയും നമുക്ക് അടച്ചു വയ്ക്കുക. ഇവിടെ നമുക്ക് ജാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹുക്കുണ്ട്, നമുക്ക് മീനൊക്കെ മേടിച്ചുകൊണ്ട് പറഞ്ഞാൽ നല്ലപോലെ 2-3 കവറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തൂക്കിയിട്ടുകൊണ്ട് പോകാം. അതിനേക്കാളും ഒരു 100 രൂപ കൊടുത്തൊരു ചെറിയ ബക്കറ്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് അതിനകത്ത് മീൻ വെച്ചുകൊണ്ട് പോകാം. നല്ല സ്മെല്ലൊന്നും അടിക്കാതെ ഇരിക്കും. അപ്പം മറ്റേ റിഫ്ലക്ടർ കാര്യങ്ങൾ, ഇത് നമ്പർ പ്ലേറ്റ് വെക്കാനുള്ളതാണ്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. അത്യാവശ്യം കുഴപ്പമില്ല, എടുത്ത് ലിഫ്റ്റ് ചെയ്ത് വയ്ക്കണതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യില്ല. കാരണം വണ്ടി താന്ന് കിടക്കണോണ്ട് വലിയ വിഷയമൊന്നുമില്ല. അത്രയാണ് നിങ്ങൾ 2025 സ്വിഫ്റ്റ് VXi ഓപ്ഷണൽ എടുത്താൽ എക്സ്റ്റേണലി കാണുന്ന ഒരു സംഭവങ്ങളും ഇതിനകത്ത് കിട്ടുന്ന കുറച്ച് സംഭവങ്ങളും. അപ്പോൾ വണ്ടി ഓട്ടിക്കുമ്പോൾ നമുക്കിനി എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഓട്ടിക്കുമ്പോൾ പറയാം. ഗൈസ്, അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമുക്ക് സീറ്റ് ഹൈറ്റിൻ്റെ കേസിൽ ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ വിസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് ഈ ഒരു ചാരക്കത്തിൽ എനിക്ക് ബോണറ്റ് എന്തായാലും കാണാൻ പറ്റില്ല, പക്ഷേ നമുക്ക് നല്ലപോലുള്ളൊരു വിസിബിലിറ്റി ഫീൽ ചെയ്യും. മറ്റേ കുഴിഞ്ഞിരുന്ന് ഇങ്ങനെ ഇറങ്ങിയിരുന്ന് ഓട്ടിക്കുന്ന പരിപാടിയൊന്നുമില്ല, അത്യാവശ്യം കൊള്ളാം. അതുപോലെ തന്നെ ഇതിൻ്റെ കാര്യം നമ്മളെപ്പോഴും പറയുമ്പോൾ തന്നെ ക്ലച്ചിൻ്റെ സ്മൂത്താണ്. നമ്മളിപ്പം ബലേനോയിൽ പറഞ്ഞ പോലെ തന്നെയാണെങ്കിലും ഫ്രോങ്സി പറഞ്ഞ പോലെ തന്നെ ക്ലച്ച് ഇത്തിരി നല്ല സ്മൂത്താണ് ഇതിൻ്റെ ക്ലച്ച് എന്ന് പറഞ്ഞാൽ. നമ്മൾ മുമ്പത്തെ ആ ഒരു ഹാർഡ് ക്ലച്ച് പരിപാടി അങ്ങനെയൊന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്ലച്ചാണ്. അതുപോലെ തന്നെ നമുക്ക് വണ്ടിയിലെ സ്റ്റിയറിംഗ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ മുകളിലോട്ട് താഴോട്ടൊക്കെ ആക്കാൻ പറ്റും, പക്ഷേ ബാക്കിലോട്ടൊന്നും വലിക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏറ്റവും താഴെ ഇട്ടാൽ പോലും ഈ ഒരു സാധനം ഇങ്ങനെ പൊങ്ങിയിരിക്കുക അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പം അത്യാവശ്യം മോശമായിട്ടുള്ള റോഡാണെങ്കിൽ പോലും സസ്പെൻഷനൊക്കെ നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യും. ലൈക്ക് നല്ല പതിഞ്ഞ് ഇറങ്ങി പതുക്കെ പോണൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൽ നമുക്ക് ഫീൽ ചെയ്യാനുള്ളത്. വണ്ടി ആദ്യം എടുക്കുന്ന സമയത്തൊക്കെ ഈ ഒരു 12-13 മൈലേജ് നമ്മൾ പ്രതീക്ഷിച്ച് അത് കഴിഞ്ഞ് കുറച്ച് നാളത് ഒന്ന് ഓടി ഒരു ഫസ്റ്റ് സർവീസ് ഒക്കെ കഴിഞ്ഞൊന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു 10-17-18 മൈലേജ് എന്തായാലും കിട്ടും. അപ്പോൾ വണ്ടി VXi ഓപ്ഷണൽ എന്ന് പറയുന്നത് VXiയിൽ നിന്ന് VXi ഓപ്ഷനിലോട്ട് വരുമ്പം എങ്ങനെ പോലും ഒരു 50,000 രൂപയ്ക്ക് അകത്തൊക്കെ നമുക്ക് വ്യത്യാസം വരത്തുള്ളൂ. അപ്പോൾ 50,000 രൂപയ്ക്ക് അകത്ത് വ്യത്യാസം വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് വരുന്നത്. അതായത് കീലെസ് എൻട്രി കാര്യങ്ങൾ, 2 ഡോറിന് കീലെസ് എൻട്രി ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിൽ നിന്നും ഏകദേശം 50,000 രൂപയും കൂടെ കൂടുതൽ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഓട്ടോമാറ്റിക് എടുക്കാൻ പറ്റുന്നത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ആ ഒരു പ്രൈസ് ഡിഫറൻസിൻ്റെ കേസ്. 3 സിലിണ്ടറിൽ സാധാരണമാർ BSP കൂട്ടി ഇറക്കാറാണ് പതിവ്, പക്ഷേ കൂട്ടി ഇറക്കിയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും മൈലേജ് കമ്പനിക്ക് അവകാശപ്പെടാൻ പറ്റൂലായിരുന്നു. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു എൻജിൻ തന്നെയാണ്. ഈ ഒരു മൈലേജിന് ഈ ഒരു വിലയ്ക്ക് അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണ് ഇത്. 2025 സ്വിഫ്റ്റിൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. വേറെ ഏതെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ പറയൂ, നമുക്ക് റിവ്യൂ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് എൻഡ്, സ്വിഫ്റ്റിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡിൻ്റെ വീഡിയോ വേണമെങ്കിലും പറയും, നമുക്കതും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.